ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് 2 ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ 2 ക്യാരറ്റിൻ്റെയും തോലൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഇതൊന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ വേവിച്ചെടുക്കാം. പക്ഷേ കുറച്ചുകൂടി സമയം പിടിക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് മാത്രം ഒന്ന് മാറ്റി വെക്കാം. വെള്ളം വേറെയും ക്യാരറ്റ് വേറെ ആയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയൊക്കെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം അഥവാ ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, ആ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കടായിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് വേവിച്ചെടുത്ത വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കുക. കുറച്ചുകൂടി തിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് അങ്ങ് സെർവ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.